ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറുപയർ തോരൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം കുതിർത്ത് വെച്ച ചെറുപയർ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ മാത്രം ഇട്ട് ഒന്ന് വേകാനായിട്ട് വെച്ചു. കുക്കറിനകത്തൊന്നും ഇട്ടാൽ വെന്ത് പോവും. അപ്പം ഇങ്ങനെ വെന്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക്, ഒത്തിരി വെന്ത് പോകാത്ത ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളയാം. എന്നിട്ട് ഇതിന് അരപ്പിനായിട്ട് തേങ്ങ 1 കപ്പ്, ഒരു 3-4 ചെറുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ഒരു 3-4 വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചിടുക. എന്നിട്ട് ചതച്ചെടുക്കാം. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുകും കറിവേപ്പിലയും നമ്മൾ ചേർത്തിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ചെറുപയർ തോരൻ എല്ലാവർക്കും വെക്കാനറിയാം, എങ്കിലും ജസ്റ്റ് ഒന്ന് റെസിപ്പി ഇട്ടേക്കാമെന്ന് വെച്ചു. ഇപ്പോൾ പുതിയതായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ച് വരുന്നവർക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്നോർത്താണ് കേട്ടോ. അപ്പോൾ ഇതാ കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, അരപ്പിട്ടു. ഇനി അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെറുപയർ ഊറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ തലേദിവസം കുതിർത്ത് വെക്കണം ചെറുപയർ, എങ്കിലേ ഇത്ര വേഗം നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിനകത്തിട്ട് അടിച്ചാലും ഒരു വിസിൽ, അതായത് കുതിരാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിനകത്ത് ഒരു വിസിൽ അടിച്ചാൽ മതിയാവും. ഞാൻ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഒരു പ്രാവശ്യം വെച്ചത് എനിക്ക് പാളിപ്പോയി, വെന്തുപോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറുപയർ ഈ ഒരു അരപ്പിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി ഇട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് പിന്നെ രണ്ടാമത് ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ. നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വെളുത്തുള്ളി എന്താണെങ്കിലും ജീരകവും വെളുത്തുള്ളിയും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.